ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കൃഷ്ണഭക്തരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായ മാസമാണ് വരാൻ പോകുന്നത് ദാമോദര മാസം. ദാമോദര മാസം ആരംഭിക്കുന്നത് 2025 ഒക്ടോബർ മാസം 7-ാം തീയതിയാണ്. ഈ മാസം അവസാനിക്കുന്നത് 2025 നവംബർ മാസം 5-ാം തീയതി. അതായത് ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ നവംബർ മാസം 5-ാം തീയതി വരെ വൈഷ്ണവർ കാർത്തിക മാസമായി അല്ലെങ്കിൽ ദാമോദര മാസമായി ആചരിക്കുന്നു. എന്താണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത? ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരുപാട് ലീലകൾ ആടിയ മാസമാണ് ദാമോദര മാസം. പത്മപുരാണത്തിലും അതുപോലെ തന്നെ സ്കന്ദപുരാണത്തിലുമൊക്കെ തന്നെ ഈ മാസത്തെ പറ്റി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആചാര്യന്മാരുടെ അഭിപ്രായ പ്രകാരം ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ഉത്തമമായ മാസം ഇതാണ് എന്ന് കണക്കാക്കുന്നു. ഈ മാസത്തിൽ ചെയ്യുന്ന ചെറിയ ചെറിയ പൂജകൾക്ക് പോലും വലിയ വലിയ ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. ആചാര്യന്മാരുടെ അഭിപ്രായ പ്രകാരം അശ്രദ്ധയോടുകൂടി ചെയ്യുന്ന പൂജകൾക്ക് പോലും ഫലം ലഭിക്കും എന്നാണ്. ഈ മാസത്തിൽ അശ്രദ്ധയോടുകൂടി പൂജ ചെയ്താൽ പോലും ഫലം ലഭിക്കും എന്ന് ആചാര്യന്മാർ പറയുന്നു. യോഗ്യതയില്ലാത്ത ആളുകൾ പൂജ ചെയ്താൽ പോലും ആ പൂജയ്ക്കും നല്ല ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഷ്ണവർ ഈ മാസത്തെ പുണ്യമാസമായി കണക്കാക്കുകയും അവരാൽ സാധിക്കുന്ന പുണ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. വൈഷ്ണവർ ഈ മാസം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ, ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും തങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാനെ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഈ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തർ ഏറ്റവും കൂടുതലായി അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമാണ് ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുക എന്നുള്ളത്. വീടുകളിൽ ഭക്തർ നെയ്വിളക്ക് ഈ മാസം തെളിയിക്കാറുണ്ട്. ഒന്നുകിൽ നിലവിളക്കിൽ നെയ്യൊഴിച്ച് തെളിയിക്കാം, അല്ലെങ്കിൽ മൺചിരാതുകളിൽ നെയ്വിളക്ക് സമർപ്പിക്കാം. ഒരു മൺചിരാതോ 2 3 എത്രയാണോ നമുക്കിഷ്ടം, എത്ര മൺചിരാത് നമുക്ക് തെളിയിക്കാൻ സാധിക്കുമോ അത്രയും മൺചിരാതുകളിൽ നെയ്യൊഴിച്ച് വിളക്ക് തെളിയിച്ച് ഭഗവാന് ആരതി ചെയ്യാറുണ്ട്. ക്ഷേത്രങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കാറുണ്ട്. അതുകൂടാതെ ഭക്തർ വീടുകളിലും നെയ്വിളക്ക് തെളിയിക്കാറുണ്ട്. ഈ ഒരു മാസം കൃത്യമായി എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ അപാരമായ അനുഗ്രഹവും സ്നേഹവും നമുക്ക് ലഭിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ ലീലകളാണ് ഭഗവാൻ ഈ മാസം ആടിയത് എന്ന് നോക്കാം. ഭഗവാൻ ആദ്യമായി പശുക്കളെ മേയ്ക്കാൻ പോയത് ഈ ദാമോദര മാസത്തിലാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തില് ഭഗവാൻ ആദ്യമായി പശുക്കളെ മേയ്ക്കാൻ പോയതിൻ്റെ ആ ഓർമ്മ പുതുക്കലിനായി ഗോപാഷ്ടമിയായി വൈഷ്ണവർ ആചരിക്കാറുണ്ട്. വളരെ ശ്രേഷ്ഠമായ ദിവസമാണ്. പശുക്കളെ പൂജിക്കാനും ഒക്കെ വളരെ ശ്രേഷ്ഠമായ ദിവസമാണ്. അതുപോലെ തന്നെ ഭഗവാൻ ഗോപൂജ ചെയ്തതും ഗോക്കളെ പൂജിച്ചതും ഈ മാസമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഭഗവാൻ രാധാറാണി സമേതനായി ഊഞ്ഞാലാടിയത് ഈ മാസമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ രാധാറാണിക്ക് വലിയ പ്രാധാന്യമാണ് ഈ മാസം വൈഷ്ണവര് കൊടുക്കുന്നത്. അതുപോലെ ഭഗവാൻ ആദ്യമായി വെണ്ണ മോഷ്ടിച്ചത്, ഗോപസ്ത്രീകളുടെ വീടുകളിൽ നിന്നും ആദ്യമായി വെണ്ണ മോഷ്ടിച്ച് ലീലകളാടിയതും ഈ മാസമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നരകാസുരനെ ഭഗവാൻ വധിച്ചത് ഈ മാസമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് യശോദാറാണി മകനെ ഉരലിൽ ബന്ധിച്ചത് ഈ മാസമാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ധാരാളം ലീലകൾ ഭഗവാൻ ആടിയത് ഈ മാസമാണ്. അതുകൊണ്ട് വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പുണ്യകരമായ മാസമാണ് ഈ ദാമോദര മാസം. അവർ
വൃന്ദാവന ദർശനം നടത്തുകയും, അതായത് വൃന്ദാവനം, മധുരയിലെ വൃന്ദാവനത്തിൽ പോവുകയും അവിടെ ഗോവർദ്ധന പർവ്വതത്തെ വലം വെക്കുകയും ചെയ്യാറുണ്ട് ഈ മാസം. അത്രത്തോളം ശ്രേഷ്ഠമായി അവർ ഈ മാസത്തെ കണക്കാക്കുന്നു. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം, എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ ഒരു മൺചിരാതെങ്കിലും ഈ മാസത്തെ പ്രത്യേകത മനസ്സിലാക്കി ഭഗവാന് വേണ്ടി ഒരു മൺചിരാതിലെങ്കിലും നെയ്യൊഴിച്ച് ദീപം ഈ മാസം മുഴുവനും, അതായത് ഒക്ടോബർ മാസം 7-ാം തീയതി മുതൽ നവംബർ മാസം 5-ാം തീയതി വരെ കൊളുത്തുക. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് കൊളുത്താൻ സാധിക്കില്ല. ആ സമയത്ത് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കുക. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം തന്നെ കൃത്യമായി നെയ്ദീപം തെളിയിക്കുക. പുണ്യകാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. ദാനങ്ങൾ നടത്താൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. തുളസി പൂജ ചെയ്യുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. തുളസി ചെടികൾ നടുന്നതിന് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. എല്ലാ ദിവസവും തുളസി ദേവിയെ പൂജിക്കണം. തുളസി ദേവിക്ക് ജലം കൊടുത്ത് ദീപം കാണിച്ച് 3 വലം വെച്ച് നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് സാധാരണയായി ചെയ്യുന്നത്. അതുകൂടാതെ ഏറ്റവും പ്രധാനം നാമജപമാണ്. ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക, വായിക്കുക, കേൾക്കുക. ഭാഗവതം, ഭഗവത്ഗീത മുതലായ മഹത്തരങ്ങളായ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായും ചെയ്യാനുള്ളത്. വ്രതനിഷ്ഠയോടുകൂടി ഇരിക്കാൻ സാധിക്കുന്ന എല്ലാവരും വ്രതനിഷ്ഠയോടുകൂടി ഇരിക്കുക. ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം അത് ഉപേക്ഷിച്ചിട്ട് ഈ മാസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് ഏറ്റവും ഉത്തമം. നോൺ വെജ് ഒഴിവാക്കാൻ സാധിക്കുന്നവരെല്ലാവരും തന്നെ ഒഴിവാക്കുക. കാരണം ഏറ്റവും പുണ്യകരമായ മാസമാണ് ഈ മാസം എന്ന് ഓർക്കുക. അതുപോലെ രാധാകുണ്ടും ശ്യാമകുണ്ടും അത് രണ്ടും ഉത്ഭവിച്ചത് ഈ മാസമാണ് എന്നാണ് വിശ്വസിക്കുന്നത്. എന്താണ് രാധാകുണ്ടും ശ്യാമകുണ്ടും? വൃന്ദാവനത്തിലെ ഗോവർദ്ധന പർവ്വതത്തിന്റെ കണ്ണുകളാണ് രാധാകുണ്ടും ശ്യാമകുണ്ടും എന്നാണ് വിശ്വസിക്കുന്നത്. നമ്മൾ സാധാരണ പറയും, നമ്മുടെ വീടിന് ഒരു പൂജാമുറി കാണും. ആ പൂജാമുറിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ത്? ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളെക്കാൾ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നു മറ്റൊരു കാര്യം. അതെന്താണ്? തീർത്ഥഘട്ടങ്ങൾ. തീർത്ഥഘട്ടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പ്രയാഗ്രാജ്, ഗയ. നമ്മൾ ഭാഗവതം പഠിക്കുന്ന സമയത്ത് ഭഗവാൻ പ്രഭാസ തീർത്ഥത്തിലേക്ക് യാത്ര ചെയ്തു, പ്രഭാസ തീർത്ഥക്കരയിൽ പൂജ ചെയ്തു എന്നൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. തീർത്ഥസ്നാനങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബലിയൊക്കെ, ശ്രാദ്ധം മുതലായ ബലികർമ്മങ്ങൾ തീർത്ഥസ്നാനങ്ങളിൽ ഇടണം എന്ന് പറയുന്നത്. അത് വളരെ ശ്രേഷ്ഠമാണ്. ഭാഗവതം അക്കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം ഗംഗാനദിയിലും യമുനാ നദിയിലും ഒക്കെ സ്നാനം ചെയ്യുന്നത് അങ്ങേയറ്റം പുണ്യമായി നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്രങ്ങളെക്കാൾ കൂടുതൽ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നത് തീർത്ഥഘട്ടങ്ങളാണ്. ഈ തീർത്ഥഘട്ടങ്ങളെക്കാൾ ഉന്നതമായ സ്ഥാനങ്ങളാണ് എന്തിനുള്ളത്? പുണ്യധാമങ്ങൾക്കുള്ളത്. പുണ്യധാമങ്ങൾക്ക് എന്താണ് ഉദാഹരണം? അയോധ്യ ഒരു പുണ്യധാമമാണ്. വൃന്ദാവനം ഒരു പുണ്യധാമമാണ്. വൈഷ്ണവരെ സംബന്ധിച്ചിടത്തോളം പുണ്യധാമങ്ങളിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്നത് വൃന്ദാവനം ആണ് എന്നാണ് വിശ്വസിക്കുന്നത്. ആ വൃന്ദാവനത്തിൽ തന്നെ ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്നത് ഗോവർദ്ധന പർവ്വതത്തിനാണ്. അങ്ങനെയുള്ള ഏറ്റവും പുണ്യമായ ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ 2 കണ്ണുകളാണ് രാധാകുണ്ടും ശ്യാമകുണ്ടും. ഇവയുടെ ഉത്ഭവം ഈ മാസമാണ് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് വിഷ്ണു ഭക്തർ, ശ്രീകൃഷ്ണ ഭക്തർ ഈ മാസം ഗോവർദ്ധന പർവ്വതത്തെ വലം വെച്ച് പ്രാർത്ഥിക്കുന്നത്. ഭക്തവത്സലനാണ് ശ്രീകൃഷ്ണൻ.
മറ്റൊരു അവതാരങ്ങൾക്കും ഇല്ലാത്ത ധാരാളം പ്രത്യേകതകൾ ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്. അങ്ങനെ ഒരു രൂപം മറ്റ് ഒരു അവതാരങ്ങൾക്കും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഇടയകുലത്തിൽ ജനിച്ചു. വൃന്ദാവനത്തിൽ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ കാണിച്ച ലീലകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊരു ബാലനാണോ പിന്നീട് അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് എന്ന് നമുക്ക് തോന്നാം. കാരണം അത്രയത്ര വിവിധങ്ങളായ ലീലകളാണ് ഭഗവാൻ ഈ അവതാരത്തിൽ ആടിയത്. ഭഗവാന് 3 തരത്തിലുള്ള ഓടക്കുഴലുകൾ ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഭഗവാൻ പശുക്കളെ മേയ്ക്കുന്ന സമയത്ത് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ ഓടക്കുഴലിന്റെ പേര് വേണു എന്നായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാന്റെ വേണുനാദം കേട്ട് പശുക്കളെല്ലാം ആ നാദത്തിൽ ലയിച്ചിരുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭഗവാന് വേണുഗോപാൽ എന്ന ഒരു നാമം കൂടി ഉണ്ടായി. അതുപോലെ ഗോപസ്ത്രീകളുടെ കൂടെ കേളികൾ ആടിക്കൊണ്ടിരുന്ന സമയത്ത് ഭഗവാൻ ഉപയോഗിച്ച ഓടക്കുഴലിന് മുരളി എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഗോപസ്ത്രീകളുടെ കൂടെ കേളികൾ ആടുന്ന കൃഷ്ണന് മുരളീധരൻ എന്ന നാമം സിദ്ധിച്ചത്. വംശി എന്ന ഒരു ഓടക്കുഴൽ കൂടി കൃഷ്ണന് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണ് ആ ഓടക്കുഴൽ കൂടുതലായും ഭഗവാൻ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഭഗവാന് വംശീധാരി എന്ന ഒരു പേര് കൂടി ഉണ്ടായത്. ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഭഗവാനായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. ഭഗവാൻ സാധാരണ എല്ലാ കുസൃതികളും കാണിച്ച് ക്രമേണ ഉയർന്നുയർന്ന് ഭക്തന്റെ മനസ്സിൽ ഭഗവാൻ എന്ന സങ്കല്പത്തിലേക്ക് ഉയരുകയാണ്. ഗോപസ്ത്രീകളുടെ മനസ്സിൽ കൃഷ്ണനുള്ള സ്ഥാനമല്ല അച്ഛനമ്മമാരുടെ മനസ്സിലുള്ളത്, അതല്ല ശത്രുക്കളുടെ മനസ്സിലുള്ളത്, അതല്ല ഭക്തരുടെ മനസ്സിലുള്ളത്. അങ്ങനെ വിവിധ രൂപങ്ങളിൽ ഭഗവാൻ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ കടന്നുകൂടി ലീലകൾ ആടിക്കൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് ദാമോദര മാസം അല്ലെങ്കിൽ കാർത്തിക മാസം. ഈ മാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭഗവാന്റെ കഥകൾ കേൾക്കുകയും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും നിത്യവും നെയ്വിളക്ക് തെളിയിച്ച് ഭഗവാൻ ആരതി ചെയ്യുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മാധവത്തിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഭഗവാന്റെ കഥകൾ നിങ്ങൾക്ക് കേൾക്കണോ? അല്ല ഭഗവത്ഗീതയുടെ ക്ലാസ്സുകൾ അത് മതിയോ? എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുള്ള കാര്യം പറയൂ. എന്തായാലും ഭഗവാന്റെ ബാല്യകാലത്തിലെ ലീലകൾ നമുക്ക് ദിവസങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് പറയാം. ഇനി മറ്റെന്തെങ്കിലും കഥകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടൂ. ദാമോദര മാസത്തിൽ എത്ര പേർ ദിവസവും നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കും എന്നുള്ള കാര്യം കൂടി കമന്റ് ഇടൂ. എനിക്കറിയാവുന്ന കഥകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. എന്തായാലും കുറച്ച് ദിവസങ്ങൾ നമുക്ക് ഭഗവാന്റെ ബാല്യകാല ലീലകളൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്നും നാമം ജപിക്കുക. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് നെയ്ദീപം തെളിയിക്കാൻ സാധിക്കുകയില്ല. ആ ദിവസങ്ങൾ മാറ്റിവെച്ചിട്ട് ബാക്കി ദിവസങ്ങൾ നെയ്ദീപം തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക. പീരീഡ്സ് ആയിരിക്കുന്ന സമയത്തും ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിച്ച് ചെയ്യാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നാമം ജപിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.